പ്രത്യേകിച്ച് എൻ്റെ മുത്തച്ഛനിൽ നിന്ന് ലഭിച്ച മാതൃകയാണ് അതിന് പ്രേരണ എന്ന് കണ്ടെത്തുവാൻ എന്നെ സംബന്ധിച്ച് പ്രയാസമില്ല. എൻ്റെ മുത്തച്ഛൻ തൊടുപുഴയിൽ നിന്ന് പന്നിമറ്റത്ത് വന്ന് താമസമാക്കിയ ആളാണ്. ഉദ്ദേശം 75 വർഷം മുമ്പ് പന്നിമറ്റത്ത് കൃഷി സംബന്ധമായി എത്തിച്ചേർന്ന സന്ദർഭത്തിൽ ആ നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യമില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് പന്നിമറ്റം സെൻറ്റ് ജോസഫ് LP സ്കൂൾ ആദ്യമായി സ്ഥാപിച്ച് പ്രവർത്തിപ്പിച്ച ആളാണ് അദ്ദേഹം അങ്ങനെ പ്രവർത്തിപ്പിച്ചതിൻ്റെ ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ നാൾ വഴികളുമെല്ലാം അവിടെ അദ്ദേഹം തന്നെ നിയമിച്ച അധ്യാപകരിൽ നിന്നും അവിടെ നിന്നും പഠിച്ചുപോയ ആളുകളിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നുമൊക്കെ കേൾക്കുവാനും അറിയുവാനും ഒക്കെ കഴിഞ്ഞത് എന്നിലൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ അന്ന് ആ ആദ്യകാലത്ത് ആ സ്കൂളിൽ പഠിച്ച ആ ബാച്ചിൽപ്പെട്ട എൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല നിലയിൽ ജോലി വാങ്ങിയൊക്കെ പോവുകയും അതിനുശേഷം പിന്നീട് വീട്ടിൽ വന്ന് എൻ്റെ വല്യപ്പനെ അറിയപ്പെടുന്നത് ആ നാട്ടിൽ ആലക്കത്തടത്തിൽ മാനേജർ എന്നാണ്. ആ സ്കൂളിൻ്റെ മാനേജർ ആയതുകൊണ്ട് ആളുകൾ സ്നേഹപൂർവ്വം എപ്പോഴും മാനേജർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവരൊക്കെ കടന്നു വന്ന് അന്ന് അങ്ങനെ ഒരു സ്കൂള് തുടങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ നിലയിലെത്താൻ കഴിഞ്ഞത്. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി നിരവധി ആളുകൾ സർക്കാർ ജോലികളിൽ തന്നെ, കേന്ദ്ര സർക്കാർ ഉദ്യോഗം തന്നെ, ബാങ്ക് ജോലികളിലും എല്ലാം പ്രവേശിക്കാനുള്ള സാഹചര്യമുണ്ടായി. ആ സാഹചര്യം അവരൊക്കെ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നത് ഞാൻ കണ്ടുവളർന്നയാളാണ്. അവര് വീട്ടിൽ വരികയും എൻ്റെ അപ്പൻ്റെ ചേട്ടൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദിൽ ജോലി കിട്ടി പിന്നീട് പോവുകയാണ് ഉണ്ടായത്. തേവര കോളേജിലൊക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ തൊട്ട ഈ ലോകത്തുള്ള ഒരാൾ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിലെ വലിയ ആളായിട്ട് റിട്ടയറായി ഇപ്പം അദ്ദേഹം എറണാകുളത്തുണ്ട്. അവരൊക്കെ പറയുന്ന ആവേശകരമായ അന്നത്തെ ആ സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും അന്ന് കാണിച്ച ആർജവുമെല്ലാം നമ്മളോട് സംസാരിക്കുമ്പോൾ അന്നത്തെ അധ്യാപകരുമെല്ലാം പറയുമ്പോൾ ഈ പൊതുപ്രവർത്തനത്തിന് മഹത്തരമാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ ഈ പൊതു രംഗത്ത് ഇവിടെ ഭവന നിർമ്മാണ മന്ത്രിയായിരുന്നു അതിനു മുമ്പുമൊക്കെ ബഹുമാനായ നമ്മുടെ MLA പ്രവർത്തനങ്ങളുമെല്ലാം ഒരു ആവേശം നൽകിയിട്ടുണ്ട്. അന്ന് ഞാൻ ഓർക്കുകയാണ്, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പന്നിമറ്റത്ത് വന്നു നിന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ചോർന്നൊലിക്കുന്നതും നനയുന്നതുമായ ഓല മേഞ്ഞതുമായ മുഴുവൻ വീടുകളും മാറ്റി നല്ല പുതിയ വീടുകൾ നൽകുക എന്നുള്ളതാണ് ഭവന നിർമ്മാണ മന്ത്രി എന്ന നിലയിലുള്ള, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല എന്നാണ് അദ്ദേഹം അവിടെ പന്നിമറ്റത്ത് പ്രസംഗിച്ചത്. ഞാൻ ഓർക്കുകയാണ്, അന്ന് അദ്ദേഹത്തോട് ചേർന്ന് അദ്ദേഹത്തിന് പ്രസംഗമൊക്കെ കേൾക്കാൻ നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിരവധി ആളുകൾ ഈ വീട് കിട്ടുന്നത് സംബന്ധിച്ചുള്ള മാർഗങ്ങളൊക്കെ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വരികയും എന്നോട് പറയുകയും ചാച്ചനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി. അന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് സർക്കാർ ഒരു പ്രത്യേക കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ കുറെ വീടുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അന്ന് ചെയ്യുകയുണ്ടായി. അന്ന് വടക്കേമുറി അച്ഛൻ പന്നിമറ്റത്ത് വന്നപ്പോൾ അവിടെ ഞണ്ടിറുകിയിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള സാഹചര്യം പഠിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ അച്ഛൻ ഇത് സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു 5 വീട് വേണമെന്ന് പറഞ്ഞു. എൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഞാനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത് കൺമുമ്പിൽ കണ്ടിരുന്ന കുറെ ഓല മേഞ്ഞ വീടുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീടിന് ഒരു പാർട്ട് പൈസ അടച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു വിഹിതമായിട്ട് ഘട്ടമായിട്ട് വീട് പണിയുന്നതിനുള്ള പൈസയാണ്. ഇന്നത്തെ തുകയൊന്നുമില്ല. പക്ഷേ അത് 5 പേർക്കും അത് ലഭിക്കുന്നതിനൊക്കെയുള്ള സാഹചര്യമുണ്ടായി. അവരുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷവും അവരുടെ ആ ഒരു നന്ദി പ്രകടനവുമെല്ലാം നമുക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനുമുള്ള ഒരു വലിയ ഊർജമായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ DCLന്റെ ഒരു കോർഡിനേറ്റർ വർഷങ്ങളായി പ്രവർത്തിച്ച തൊടുപുഴ ഡീപ്പോൾ സ്കൂളിലെ ഒരു അധ്യാപകൻ പൈനാല് തോമസ് സാറിന്റെ പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുട്ടികളോട് ഇടപെടുന്നു, അദ്ദേഹം കുട്ടികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും അദ്ദേഹം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി എടുക്കുന്ന ത്യാഗവും എല്ലാം വളരെ വലുതായിരുന്നു. ഇതെല്ലാം കണ്ട് വളർന്ന ഒരു സാഹചര്യം എന്ന നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് വേദന അനുഭവിക്കുന്നവര്, വിഷമങ്ങൾ അനുഭവിക്കുന്നവര്, ഒറ്റപ്പെട്ടു പോയവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, വീടില്ലാത്തവര്, രോഗികളായിട്ടുള്ളവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാനും അവർക്ക് വേണ്ടി കഴിയുന്നത് ചെയ്യുവാനുമുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് പൊതുപ്രവർത്തന
പൊതുപ്രവർത്തന രംഗത്ത് എന്നെ പിടിച്ചു നിർത്തുന്ന വലിയ സംഗതി എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഒരു കാര്യം എനിക്കറിയാം, ഈ പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾ എനിക്ക് ഇതുപോലുള്ള ഒരു അംഗീകാരം തരുമ്പോൾ മൗനവും വാചാലവുമായി എന്നോട് ആവശ്യപ്പെടുന്ന വലിയൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇനിയും കൂടുതൽ സേവകനാവുക എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നോട് പറയുന്നത് എന്നും എനിക്കറിയാം. ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിയുന്നത്ര പ്രവർത്തന രംഗത്ത് ഊർജ്ജസ്വലനായി നിന്നുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, വേദന അനുഭവിക്കുന്നവര്, വീടില്ലാത്തവര്, രോഗികളായിട്ടുള്ളവര്, ഒറ്റപ്പെട്ടു പോയവരെ ഇവരെയൊക്കെ സഹായിക്കുവാൻ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നമുക്കറിയാം, വിദേശ നാടുകളിൽ MSW പഠിച്ച ആളുകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഗവൺമെന്റ് പണം ചെലവഴിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ ആളുകൾക്ക്, വാർദ്ധക്യമായിട്ടുള്ള ആളുകൾക്ക്, പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഒരു സേവനം ലഭിക്കണമെങ്കിൽ, ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ, ഒരു യാത്ര ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ നേരിടുന്നു. നമ്മുടെ നാട്ടിലും അതേ സ്ഥിതിവിശേഷം വന്നുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങളായിട്ടുള്ള ആളുകൾ, കുട്ടികളായിട്ടുള്ള ആളുകൾ, നിരവധി ആളുകൾ അന്യനാടുകളിലേക്ക് കയറി പോകുമ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധരായ മാതാപിതാക്കളുള്ള ഒരു ചുറ്റുപാട് നമ്മുടെ ചുറ്റും രൂപപ്പെട്ടു വരികയാണ്. അവരെയൊക്കെ സഹായിക്കുവാൻ വേണ്ടി, അവർക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. നിരവധി ഒറ്റപ്പെട്ട് മാതാപിതാക്കൾ കഴിയുന്ന ആളുകൾ ചില സമയങ്ങളിൽ വിളിക്കാറുണ്ട്. ചാച്ചന് ഇന്ന് വൈകുന്നേരം ചെറിയൊരു പനിയാണെന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു നെഞ്ചിന് വേദന വന്നിട്ടുണ്ട് സജി, ആശുപത്രി പോകാനാണ്. കാര്യം പറഞ്ഞാൽ അവരുടെ മക്കളൊക്കെ അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, UK ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ എത്തി വരുമ്പോഴത്തേനും ഒരു സഹായഹസ്തം നീട്ടുന്നതിൻ്റെ ഭാഗമാണ് ആ സ്വരം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുവാനായിട്ട് നിരവധി യുവതി യുവാക്കൾ തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്.